മമ്മൂട്ടിയായിരിക്കുക എന്നതൊഴിച്ചാൽ ശ്രീ മമ്മൂട്ടിക്ക് ഈ പരിപാടിയുമായി യാതൊരു ബന്ധവുമില്ല. നമ്മളില്ലേ Smoking is injurious to health. Smoking causes cancer. പുകവലിയും മദ്യപാനവും മുന്നും പിന്നും നോക്കാതെ മനുഷ്യന്മാരെ വിശ്വസിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരം. ഈ കഥയിലെ കഥാപാത്രങ്ങളും പരിസരവും ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ മുമ്പ് ജീവിച്ചിരുന്നവരോ ആണ്. ആർക്കെങ്കിലും കുത്തി പറഞ്ഞതായി തോന്നിയാൽ അത് തീർത്തും സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട മമ്മൂട്ടി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ബീഡിയുണ്ടോ സഖാവെ ഒരു തീപ്പെട്ടി എടുക്കാൻ. പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് ഭാവി എന്താവെന്ന് ആലോചിച്ച് ഭ്രാന്താവുമ്പോൾ ഞാൻ മതിലുകൾ സിനിമ എടുത്ത് കാണും. ഭ്രാന്തം ബഷീറിനെ പ്രേമിക്കും. അയാൾക്ക് കത്തെഴുതും. മതിലിൻ്റെ ഇപ്പുറത്ത് നിന്ന് അയാൾക്ക് എള്ളുണ്ട് എറിഞ്ഞു കൊടുക്കും. അങ്ങനെ നോക്കിയ മതിലുകൾ സിനിമയും പുസ്തകവും എല്ലാ കാലത്തും എൻ്റെ ആശ്വാസത്തിൻ്റെ സങ്കേതമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മമ്മൂട്ടി, എനിക്ക് വല്ലാത്തൊരാഗ്രഹം, ഒരു ബീഡി വലിക്കാൻ. മമ്മൂട്ടിയും ബഷീറും പോലും വലിക്കുന്ന ബീഡി എനിക്ക് വലിച്ചാൽ എന്താ? പക്ഷെ ബീഡി എവിടുന്ന് സംഘടിപ്പിക്കും? എൻ്റെ അച്ഛൻ ബീഡി വലിക്കില്ല. അമ്മച്ചനാണെങ്കിൽ ബീഡി ഇട്ട് തരേയില്ല. പിന്നെ എന്തു ചെയ്യും? ബീഡി തരാൻ മാത്രം സ്നേഹമൊന്നും എൻ്റെ നാട്ടിൽ എന്നോട് ആർക്കും ഇല്ല. അങ്ങനെ ബീഡി ഒരു കൊതിയായ ഉള്ളിൽ അങ്ങനെ കിടക്കാൻ തുടങ്ങി. അക്കൊല്ലത്ത് എൻ്റെ കാമുകനേക്കാളും ഞാൻ ബീഡി സ്വപ്നം കണ്ടു നടന്നു. നോക്കുമ്പോൾ അപ്രാവശ്യം ഇലക്ഷൻ ടീം എൻ്റെ വീടിന് മുമ്പിലാണ് ബൂത്തിട്ടത്. ബീഡിയുണ്ടോ സഖാവേ ഒരു തീപ്പെട്ടി എടുക്കാൻ? ഞാൻ ഓരോട് ഒരു ഉളുപ്പില്ലാണ്ട് ചോദിച്ചു. ബീഡി എനക്ക് എത്ര വേണേലും തരാം, പക്ഷേ ഈ വോട്ട് പിടിച്ചു തരണം. വോട്ട് എത്ര വേണേലും പിടിച്ചു തരാം. ഇന്നാട്ടിലെ വയസ്സന്മാരും വയസ്സത്തികളും ഒക്കെ എൻ്റെ കീശയിലാ. ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇലക്ഷന് നിന്നാൽ പോലും എനിക്ക് തന്നെ വോട്ട് ചെയ്യുന്ന ഉറപ്പുള്ള ഒരു 90 പേരെങ്കിലും ഈ നാട്ടിലുണ്ട്. ഒറ്റ മിനിറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നാട്ടുകാർ വോട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ തിണ്ടാരമ്പത്തുനിന്ന് ക്യാൻവാസിങ്ങും തുടങ്ങി. ഹൈ, ആത്മാവ് വേലായുധേട്ടൻ അതാ വോട്ട് ചെയ്യാൻ പോകുന്നു. വേലായുധേട്ടാ, അരിവാളും ചുറ്റികയും കേട്ടല്ലോ. ലക്ഷ്മി എടുത്തിയേ. ആൾക്കാർ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കും, പക്ഷെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കരുത്. അരിവാളും ചുറ്റികയും കണ്ട അങ്ങ് കുത്തുക. നാട് നന്നാവാൻ നല്ലവര് ഭരിക്കണം. ആര് ഭരിക്കണം? നോക്കണേ ഒരു ബീഡി കിട്ടാനുള്ള ദുഷ്ടലാക്ക്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കട്ടൻ ചായ ഉണ്ടാക്കുന്ന തിരക്ക്. ചായ ഉണ്ടാക്കല്, മിച്ചറും 6-ാം നമ്പറും പ്ലേറ്റിലാക്കി കൊണ്ടുപോകല്, ഇതന്നെ ഒരു പണി. ലേശം കഷ്ടപ്പെട്ടാൽ എന്താ? ബീഡിയല്ലേ കിട്ടാൻ പോകുന്നത്. ഹോ എൻ്റെ പൊന്നു ബീഡി. മിച്ചറ് വേണ്ട നീതുവോ, ഇനി ഇവിടെ ഇരുന്ന് വോട്ട് പിടിക്ക്. സഖാക്കന്മാർ പറഞ്ഞു. അല്ല, ഈ കമ്മ്യൂണിസ്റ്റ് ആയ നീതുവോ? പോണവരും വരുന്നവരും ഒക്കെ ചോദിക്കാൻ തുടങ്ങി. ഒരു കെട്ട് ബീഡിക്ക് വേണ്ടി നീതു കമ്മ്യൂണിസ്റ്റായി. നീതു പെണ്ണ്, അങ്ങനൊരു പേരും കൂടി ഉണ്ട് എനിക്ക്. വീട്ടിലും നാട്ടിലും നീതുവോ എണേ നീതുവോന്നല്ലേ എന്നെ എല്ലാരും വിളിക്കുക. നീതു, കുട്ടിക്കുതിര, സോഡ കുപ്പി, ബഡായി കുട്ടിയെടുത്തി, LLB എന്ന് വെച്ചാ ലോക്കൽ ബഡായി. ഒരാൾക്ക് തന്നെ ഇത്രയും പേര്? അയ്മുന് മനസ്സിലായില്ലേ? ഞാനാ നാട്ടിൽ ആദ്യത്തെ ഇലുമിനാട്ടി. 1, 2, 3 ഇതുവരെ എത്ര വോട്ടായി? 6. ഇനി 4 എണ്ണം കൂടി ആയ വോട്ട് ഒന്നിന് ഒരു ബീഡി വെച്ച് 10 ബീഡി. എൻ്റെ ബീഡി സ്വപ്നങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടന്നു പുകഞ്ഞു. ഞാൻ ആ തൊട്ടടുത്ത ബൂത്തിലെ താമരക്കിളിയെ നോക്കി. അവിടേക്ക് ഒരാൾ പോലും പോകുന്നില്ല. എന്നാലും എൻ്റെ മനുഷ്യന്മാരെ, നിങ്ങളുടെ ഒരു ധൈര്യം. ഒരാൾ പോലും വോട്ട് തരൂലെന്നറിയാം. എന്നിട്ടും എല്ലാ വീട്ടിലും വോട്ട് ചോദിച്ചിറങ്ങുക, വമ്പിച്ച ഭൂരിപക്ഷത്തിന് പൊട്ടുന്ന ഉറപ്പുണ്ടായിട്ടും മത്സരിക്കുക. ആഹാ, എത്ര മാതൃകാപരം! ഏത് പോരാളി അനുകരിക്കേണ്ടത് തന്നെ. ഞാൻ ഓരോ നോക്കി 5-6 കമ്മ്യൂണിസ്റ്റ് ഗീതങ്ങൾ അങ്ങോട്ട് കാച്ചി.
ആ നാട്ടിൽ പാർട്ടിക്ക് വേണ്ടി ശ്രുതി തെറ്റാണ്ട് പാടാനും അക്ഷരം തെറ്റാണ്ട് സാഹിത്യം എഴുതാനും അന്ന് നീതുപെണ്ണു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇലക്ഷനും കഴിഞ്ഞു, വോട്ടെണ്ണലും കഴിഞ്ഞു. പാട്ടും പാടി വോട്ടും കിട്ടി. ബീഡിയുടെ സഖാവേ. ഏത് ബീഡി? എന്ത് ബീഡി? അല്ല, പെണ്ണുങ്ങൾക്ക് എന്തിനാ ഇപ്പൊ ബീഡി? പെണ്ണുങ്ങളുണ്ടോ ബീഡി വലിക്കുന്നു? പോയി അടുക്കളയിൽ അമ്മേനെ സഹായിക്ക്. സഖാക്കന്മാര് കണ്ണുരുട്ടി. ഞാൻ മുഖം വീർപ്പിച്ചു. നാട്ടിൽ പാർട്ടിയുടെ ജയാരവങ്ങൾ മുഴങ്ങി. നാടാകെ ചെങ്കൊടി പാറി. വഞ്ചിക്കപ്പെട്ടതോർത്ത് ഞാൻ മുറി ആകെ അലഞ്ഞു നടന്നു. വാക്ക് പാലിക്കാത്ത പാർട്ടിക്കാര് മുടിഞ്ഞു പോകൂടാ. ഹേ സുലോചന. സുലോചന ആരാന്ന മമ്മൂട്ടി? അന്നത്തെ എന്റെ ഏകാംഗ പ്രേമം അനുസരിച്ച് എന്റെ ഭാവി അമ്മായി അമ്മ എന്നുവെച്ചാ പ്രാപിടിയന്റെ അമ്മ. ഞാൻ ഈ ജന്മ ഈ പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യൂല. ഞാൻ മദർ സുലോചനയെ പിടിച്ച് സത്യം ചെയ്തു. ആണുങ്ങൾക്ക് ഒരു സോഷ്യലിസം, പെണ്ണുങ്ങൾക്ക് വേറൊരു സോഷ്യലിസം. ഇതെന്ത് നാടാത്? ഞാൻ ആ താമരക്കാരനെ പിന്നെയും കണ്ടു. അയാൾക്ക് തോറ്റതിൽ ഒരു സങ്കടവും ഇല്ല. എന്നേലും താമര വിരിയുന്ന പ്രതീക്ഷയിൽ നടക്കുക പാവം. മാഷ മോളെ, വിചാരിച്ചത് കിട്ടുന്നതുവരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള ഭാവത്തിൽ അയാൾ എന്നെ നോക്കി. കൂടെ വേറൊരുത്തനും കൂടി ഉണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിന് തോൽക്കുന്ന്. ഇപ്പൊ എന്തായെന്നുള്ള ഭാവത്തിൽ ആളുടെ നിപ്പ്. തൊട്ടടുത്തൂടെ ഒരു കൈപ്പത്തിക്കാരനും കൂടെ നടന്നു വരുന്നുണ്ട്. ഓന്റെ മുഖത്താണെ ഫുള്ള് മക്കാറ്. എന്തേ ബീഡി കിട്ടിയില്ലേ? എന്തൊക്കെയായിരുന്നു. വോട്ട് പിടിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് ഗീതം പാടുന്നു, കോഴി ഓടിക്കുന്നു, ഓടിച്ചിട്ട് മുട്ടയിടിയിക്കുന്നു. നോക്ക് താമരെ, വാക്ക് പാലിച്ചാ താമര പൂക്കും. താമര ദേശീയ പുഷ്പ. ജയിച്ചാലും ആ നിലയും വിലയും കളഞ്ഞു കുളിക്കരുത്, കേട്ടല്ലോ? ഞാൻ അവരെ അനുഗ്രഹിച്ചു വിട്ടു. സഖാവ് ഐമു നീതുപെണ്ണ് ക്രാന്തദർശിയായ ഒരു എഴുത്തുകാരി കൂടിയാണ്. എന്തെഴുതിയാലും പറഞ്ഞാലും അത് നടക്കും. തെളിവുണ്ട്. നമ്മുടെ കമലമ്മ മരിച്ചില്ലേ? എന്നേലും ഒരിക്കലും നാട് മുഴുവൻ താമര വിരിയുന്നും പറഞ്ഞ് താമരക്കാര് പോയി. അടുത്ത ഇലക്ഷന് പിടിച്ചോളാന്നും പറഞ്ഞ് കൈപ്പത്തിക്കാരനും പോയി. ഞാനോ താടിക്ക് കൈയും കൊടുത്ത് ഇരിപ്പായി. അപ്പോഴാ ആത്മാവ് വേലായുധേട്ടൻ ആ വഴി വരുന്നത്. വേലായുധേട്ടൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. വായിലാകെ 3-4 പല്ലേ ബാക്കിയുള്ളൂ. ഒരു 70-72 വയസ്സുണ്ടാവും. നമ്മ ചോറാണ് തിന്നണത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തൊക്കെ ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാർക്ക് വയസ്സാവും. വേലായുധേട്ടാ, നിങ്ങൾ അരിവാള് കണ്ടപ്പോ കുത്തിയോ? ആ കുത്തി. നന്നായി. എന്താണ് ഇതും എനക്കൊരു ഉഷാറില്ലാത്തത്? ഞാൻ എൻ്റെ മനോവ്യത മുഴുവൻ ആത്മാവ് വേലായുധേട്ടനെ അറിയിച്ചു. വേലായുധേട്ടാ, കുറെ നാളായി ഒരു ബീഡി വലിക്കാൻ ആഗ്രഹം. ആരോട് പറയാൻ? എനിക്കൊരു ബീഡി വാങ്ങിത്തരാൻ പോലും ഇവിടെ ആരുമില്ല. പറയണ്ടേ? മഴക്കാറുണ്ടോ നീതുവോ? ആ വേലായുധേട്ടാ, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അതാ ഞങ്ങളുടെ കോഡ്. പിറ്റേ ദിവസം വൈകുന്നേരം മതിലിന്റെ മേലെ ബീഡി എത്തി. ഞാൻ മാനാസറിഞ്ഞ് ബീഡി ആഞ്ഞു വലിച്ചു. പതിവില്ലാണ്ട് വടക്കിലെ കക്കൂസിന്റെ പുറകിൽ നിന്നൊരു പുക പോകുന്ന കണ്ട് അമ്മ കണ്ണു തുറുത്തി. അമ്മ നോക്കുമ്പോ ഞാനിങ്ങനെ ഒരു കാല് കക്കൂസിന്റെ ചുമരോട് കയറ്റി വെച്ച് ബീഡി ആസ്വദിച്ചു വലിക്കുക. ദൈവമേ, അമ്മ കണ്ടതും പുക മൂർധാവി കയറി ഞാൻ കൊരയോട് കൊര. ഈശ്വര, ബീഡിയോ? 4ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാ പ്രേമിക്കാൻ. ഭാഗ്യം കൊണ്ട് ഒറ്റൊരുത്തൻ ഇന്ന് വരെ തിരിച്ച് ഇഷ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പതാ ബീഡി വലിയും തുടങ്ങി. കള്ള് പിന്നെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അമ്മ എന്നെ പിടിച്ചു കൂട്ടിക്കെട്ടി അച്ഛന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇട്ടു കൊടുത്തു. അച്ഛന്റെ മൂത്ത മോനാന്ന് പറഞ്ഞ് ഇനി വഷളാക്കിക്കോ. നിങ്ങളുടെ മോളെ ലോകം കണ്ട ഏറ്റവും വലിയ തമാടിയാവും, നോക്കിക്കോ. എന്തോ പുതിയ ഏണിയാണല്ലോ എന്നുള്ള പേടിയിൽ അച്ഛൻ ഇങ്ങനെ വരണ്ട് നിൽക്കുന്നു. എങ്ങനെ വന്നവനാ? നിന്റെ ഉള്ളിൽ നിന്നല്ലേ വന്നത്? ധൈര്യം ആർജിച്ചെടുത്ത് അച്ഛൻ ഡിഫെൻഡ് ചെയ്തു. ഓ, നല്ലതെന്തേലും ചെയ്താ ഓളിന്റെ മോളാടി. എന്തെരപ്പാളത്തരം ചെയ്താലും ഞാൻ പ്രസവിച്ചോണ്ട്. നീ ബീഡി വലിച്ചോ? 2 പുക. 2 പുകയുള്ളൂ, പാവം. ഇത് ബീഡി എവിടുന്ന് കിട്ടി? അച്ഛൻ എന്നോട് 5 സെന്റിമീറ്റർ വ്യാസത്തിൽ കണ്ണുരുട്ടി. എനിക്കാണേ ചിരി വന്നിട്ട്. വെറുതെ ഷോ ഓഫ്. അച്ഛന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ? അച്ഛൻ ചോദിക്കുന്ന കേട്ടില്ലേണേ, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ? ഈശ്വര, സത്യം പറഞ്ഞ ആത്മാവ് വേലായുധേട്ടൻ ശരിക്കും പരേതാത്മാവും. ബീഡി തന്നത് അമ്മച്ചൻ. പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാ സഖാവേ. അമ്മച്ചെന്ന് കേട്ടതും അമ്മേന്റെ സർവ്വനാടികളും തളർന്നു. സ്വന്തം അച്ഛനെയാണല്ലോ ഇക്കണ്ട തെറി മുഴുവൻ വിളിച്ചെന്നുള്ള കുറ്റബോധാവും. അച്ഛന്റെ മുഖത്താണെ
ഹാവു കഴിച്ചില്ലായെന്നുള്ള ഭാവം. അമ്മച്ച വന്നപ്പോ ഞാൻ കീശേന്ന് എടുത്തതാ. മനുഷ്യന്മാരായ ഒരു വീഡിയൊക്കെ വലിക്കും. എൻ്റെ അച്ഛൻ ആകെയുള്ള ഒരു എന്റർടൈൻമെന്റാ. അല്ലാണ്ട് നിങ്ങളെ പോലെ കല്യാണപ്പുരയിൽ ഷീട്ടും കളിച്ച് നടക്കല്ല എൻ്റെ അച്ഛൻ. ഇതും പറഞ്ഞ് ഇതിലൊന്നും ഇടപെടാണ്ട് വെറുതെ കിടന്നൊരു കസേരയ്ക്ക് ഒരു ചവിട്ടും കൊടുത്ത് അമ്മ അടുക്കളയിലേക്കൊരു പോക്ക്. എന്തായാലും ബീഡിയോടുള്ള എൻ്റെ പൂതി അന്ന് തീർന്നു. വേലായുധേട്ടാ, ഇനി ബീഡി വേണ്ട, മടുത്ത്. ഞാൻ ആത്മാവ് വേലായുധേട്ടന് കത്തെഴുതി. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ഈ ചുമക്കഥ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനോട് പറഞ്ഞു. അച്ഛാ, എനിക്കൊരാഗ്രഹം, ഇനി ഒരു സിഗരറ്റ് കൂടി ഒന്ന് വലിക്കണം. അതിനെന്താ മക്കളെ, അതിനല്ലേ ഈ അച്ഛൻ. അച്ഛനും ഞാനും അടുക്കളപ്പുറത്ത് പോയി സിഗരറ്റിന് തീ കൊടുത്തു. ഞാനൊന്ന് വലിച്ചു. പുക മേലേക്ക് ഊതി വിട്ടു. അച്ഛൻ എന്നോട് പുക വിഴുങ്ങിയ ഒരു ഹരണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പുക അങ്ങോട്ട് വിഴുങ്ങി. ഹൈ, എന്തതിശയം, പുക മൂക്കിക്കൂടെ വരുന്നു. അച്ഛാ, ഈ വട്ടത്തിൽ പുക ഊതിവിടാൻ എന്ത് ചെയ്യണം? അടിച്ചെന്നെ കണ്ണ് ഞാൻ പൊട്ടിക്കും. പെട്ടെന്ന് എവിടുന്നോ ഒരു അശരീരി. ഞാൻ കണ്ണ് തിരുമ്പി നോക്കിയപ്പോ അശരീരി മാത്രല്ല, അശരീരിക്ക് ഒരു ബോഡിയും ഉണ്ട്. ഭർത്താവ്. ഈശ്വര, ഇവനപ്പ ജനിച്ച് സ്വയം നശിച്ചതും പോരാ, ഇനി എന്റെ ജീവിതം കൂടെ നശിപ്പിച്ചു വിട്ടോന്നും പറഞ്ഞ് അച്ഛനെ കണ്ണുരുട്ടി പേടിപ്പിച്ച് എന്റെ ഉണ്ടിക്ക് ടാഞ്ഞൊരു തല്ല് തന്നതും എന്റെ കണ്ണേ കൂടെയും ചെവി കൂടെയൊക്കെ വട്ടത്തിലും നീളത്തിലും പുക പോയതും ഒരുമിച്ചാ മമ്മൂട്ടി. അന്ന് ഞാൻ ബഷീറിന് ഇങ്ങനെ എഴുതി. ബഷീർദാ, നിങ്ങളെ ഓർത്ത്, ആത്മാവ് വേലായുധേട്ടനെ ഓർത്ത് ഞാൻ ഇന്നൊരു വീടി വലിച്ചു. എന്റെ വിരൽത്തുമ്പിലെ തീ കെട്ടുപോവാതിരിക്കാൻ നിങ്ങൾ പടച്ചോനെ എഴുതുക. ബീഡി തരാണ്ട് പറ്റിച്ച ദേഷ്യം എനിക്ക് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരോടുണ്ട്. എന്റെ ഈ തിക്താനുഭവം വെച്ച് നോക്കുമ്പോ ഞാനൊരു സഖാവിനെ ഒരിക്കലും പ്രേമിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ പറ്റിപ്പോയില്ലേ. ഇനിയിപ്പോ സഹിക്കന്നെ. നോക്കൂ മമ്മൂട്ടി, കുട്ടിയെ ആരാധിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ എനിക്കിഷ്ടം കുട്ടിയെ പ്രേമിക്കാനാണ്. കള്ള ബലാലെ നിർത്തിക്കോ നിന്റെ ഹലാക്കിലെ കത്തെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. പഴനിയാണ്ടവനാണ്, വായില്ലാ കുന്നിലപ്പനാണ്, സാക്ഷാൽ മമ്മൂട്ടിയാണ്, അന്ന് പരിപാടി ഞാൻ നിർത്തും. അപ്പം മമ്മൂട്ടി സഖാവേ, ലാൽ സലാം.